ഇന്ന് നമ്മൾക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. ക്യാൻ ആൻ ഒബ്ജക്റ്റ് ഹോൾഡ് 4 × 10⁻⁻19 കൂളോംബ് ഓഫ് ചാർജ്? ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ വായിക്കുക. ക്യാൻ ആൻ ഒബ്ജക്റ്റ് ഹോൾഡ് 4 × 10⁻⁻19 കൂളോംബ് ഓഫ് ചാർജ്? അതായത് ഒരു ഒബ്ജക്റ്റിന് 4 × 10⁻⁻19 കൂളോംബ് ചാർജ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിലെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ചെറിയ സ്റ്റെപ്സ് വഴി നമുക്ക് പോകാം. ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഏതാണോ അതെടുത്ത് എഴുതുക. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ചാർജാണ്. അപ്പോൾ നമുക്ക് ആ ചാർജ് ആദ്യം എഴുതാം. സ്ക്രീനിലേക്ക് നോക്കുക. അവിടെ ചാർജിൻ്റെ വാല്യൂ Q = 4 × 10⁻⁻19 കൂളോംബ്. അതാദ്യം എഴുതുക. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നമ്മൾക്കറിയാവുന്ന ഇക്വേഷൻ Q = NE എന്നുള്ളത് എടുത്തെഴുതുക. അവിടെ NE എന്നുള്ളതിൽ E എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. വേർ E = 1.6 × 10⁻⁻19 കൂളോംബ്. ചിലപ്പോൾ ഈ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ ആ ഇക്വേഷനകത്ത് Q = NE എന്നുള്ളതിൽ ക്യൂവിൻ്റെ വാല്യൂ അറിയാം, ഇയുടെ വാല്യൂ അറിയാം. ഇനി എന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കുക. Q = NE, അതിനകത്ത് നിന്ന് n എഴുതുമ്പോൾ Q/E, അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂവിന് പകരം 4 × 10⁻⁻19 ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ പ്രധാന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് 1.6 × 10⁻⁻19. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മൾക്ക് കിട്ടിയത് n = 2.5. ഇനി ആലോചിക്കേണ്ടത് n-ന് 2.5 എന്ന് പറയുന്ന വാല്യൂ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ 2 ഇലക്ട്രോൺസ് പോസിബിളാണ്, അല്ലെങ്കിൽ 3 ഇലക്ട്രോൺസ് പോസിബിളാണ്. പക്ഷേ 2.5 എന്ന് പറയുന്ന വാല്യൂ n-ന് പോസിബിൾ അല്ല. കാരണം അത് ഡെസിമൽ വാല്യൂ ആയതുകൊണ്ട്. n-ൻ്റെ കണ്ടീഷൻ n ഷുഡ് ബി ആൻ ഇൻറ്റിജർ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്ര വാല്യൂസാണ്. അപ്പോൾ ഇവിടെ n-ൻ്റെ വാല്യൂ 2.5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ n-ൻ്റെ വാല്യൂ n ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമുക്ക് വരാം. n ഇൻറ്റിജർ വാല്യൂ അല്ലാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ തന്ന ചാർജ്, അതായത് 4 × 10⁻⁻19 കൂളോംബ്, ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. ഹിയർ n ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹോൾഡ് എ ചാർജ് ഓഫ് 4 × 10⁻⁻19 കൂളോംബ്. ഇനി ശ്രദ്ധിക്കുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. n ഒരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ ആ മെറ്റീരിയലിന് ആ ചാർജ് ഹോൾഡ് ചെയ്യാൻ പറ്റും. n ഇൻറ്റിജർ അല്ല, ഡെസിമൽ പോയിൻ്റ് ഇട്ട വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത് പോസിബിൾ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇഫ് 10⁻⁹ electrons move out of a body to another body every second, how much time is required to get a total charge of -1 coulomb on the other body? നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ബോഡിയിൽ നിന്ന് ഒരു സെക്കൻഡിൽ 10⁻⁹ ഇലക്ട്രോൺസ്
മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബോഡിക്ക് -1 കൂളോം ചാർജ് കിട്ടാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഹൗ മച്ച് ടൈം, അതാണ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അറിയേണ്ട കാര്യം, ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസാണ് മാറുന്നത്? 10⁻⁹ ഇലക്ട്രോൺസാണ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. 1.6 × 10⁻⁻19 കൂളോംബ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് മാറും എന്നുള്ളത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കും. നമുക്കതിൻ്റെ സ്റ്റെപ്സിലേക്കൊന്ന് പോകാം. സ്ക്രീനിലേക്ക് നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൂവ് ഔട്ട് ഓഫ് ദ ബോഡി ഇൻ 1 സെക്കൻഡ് ഈക്വൽസ് 10⁻⁹. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തത്, therefore the charge given out in 1 second. ഒരു സെക്കൻഡിൽ എന്തുമാത്രം ചാർജ് രണ്ടാമത്തെ ബോഡിക്ക് കിട്ടും എന്നുള്ളത് നോക്കുക. അപ്പോൾ അത് ചെയ്യാവുന്ന ടെക്നിക്ക് എന്താണെന്ന് നോക്കുക. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിനെ എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഈ ചാർജ് ഒരു സെക്കൻഡിൽ രണ്ടാമത്തെ ബോഡിക്ക് എത്ര കിട്ടും എന്ന് അറിയാൻ പറ്റും. ഇവിടെ അതാണ് ചെയ്തിട്ടുള്ളത്. എഴുതിയിരിക്കുന്നത് നോക്കുക. Therefore the charge given out in 1 second equals 1.6 × 10⁻⁻19. അത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഇൻറ്റു 10⁻⁹. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുന്നത് 1.6 × 10⁻⁻10. അതാണ് ഒരു സെക്കൻഡിൽ രണ്ടാമത്തെ ബോഡിക്ക് കിട്ടുന്ന ചാർജ്. ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? -1 കൂളോം ചാർജ് രണ്ടാമത്തെ ബോഡിക്ക് കിട്ടാനായി എന്തുമാത്രം സമയമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് കിട്ടുമെന്നുള്ളത് തൊട്ട് മുൻപ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ -1 കൂളോം ചാർജ് കിട്ടാൻ എന്തുമാത്രം സമയമെടുക്കും എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ മൈനസ് എന്നുള്ള വാല്യൂ, നെഗറ്റീവ് എന്നുള്ളത് തൽക്കാലം നമ്മൾ എടുക്കണമെന്നില്ല. നമുക്ക് 1 കൂളോം ചാർജ് കിട്ടാനുള്ളത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നെഗറ്റീവ് എന്നുള്ളത് ആ മെറ്റീരിയലിന് കിട്ടിയ ചാർജ് ഏത് ടൈപ്പാണെന്ന് കാണിക്കാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ആ സ്റ്റേജിലേക്ക് പോകാം. ദ ടൈം റിക്വയർഡ് ടു അക്യുമുലേറ്റ് -1 കൂളോംബ് ഓഫ് ചാർജ് ഈക്വൽസ് 1 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിൽ 1.6 × 10⁻⁻10. അത് നേരത്തെ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6.25 × 10⁻⁹ സെക്കൻഡ്സ്. അവിടെ വാല്യൂ കറക്റ്റാണ്. എന്തുമാത്രം സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ 6.25 × 10⁻⁹ സെക്കൻഡ്സ് എന്നുള്ളത് കറക്റ്റാണ്. ഇനി ആ സെക്കൻഡ്സിൽ കിടക്കുന്ന വാല്യൂ ഒരു വലിയ വാല്യൂ ആയതുകൊണ്ട് അതിനെ നമ്മൾ എത്ര വർഷം, ടൈം സെക്കൻഡ് മാറ്റി ഇയർ ആക്കാൻ വേണ്ടിയാണ് അവിടെ അടുത്ത സ്റ്റെപ്പിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ വാല്യൂവിനെ ഡിവൈഡ് ചെയ്ത് ഏതാണ്? 365 × 24 × 3600. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഇയേഴ്സിൽ കിട്ടും, വർഷത്തിൽ കിട്ടും. അപ്പോൾ അതാണ് അവിടെ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ളത്. 6.25 × 10⁻⁹ ഡിവൈഡഡ് ബൈ 365 × 24 × 3600. ഇത് ചെയ്തപ്പോൾ ആൻസർ കിട്ടിയത് നോക്കി എത്രയാണ്? 198 ഇയേഴ്സ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ക്വസ്റ്റ്യനിൽ നോക്കുക. 10⁻⁹ ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് ഒരു മെറ്റീരിയലിൽ നിന്ന് മറ്റേതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനെ എടുത്തപ്പോൾ പോലും രണ്ടാമത്തെ ബോഡിക്ക് 1 കൂളോം ചാർജ് കിട്ടാനായിട്ട് എത്ര സമയമെടുത്തു? 198 ഇയേഴ്സ് എടുത്തു. അത്രയും വർഷങ്ങളെടുത്തു. അപ്പോൾ അതിൽ നിന്ന് വേറെ ഒരു മീനിങ്ങും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് 10⁻⁹ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. 100 കോടി ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ ഒരു മെറ്റീരിയലിൽ നിന്ന് മറ്റേതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും ഫാസ്റ്റായിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിട്ട് പോലും 198 ഇയേഴ്സ് കൊണ്ടാണ് ഈ 1 കൂളോം ചാർജ് രണ്ടാമത്തെ ബോഡിക്ക് കിട്ടുന്നത്. അപ്പോൾ 1 കൂളോം എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ചാർജാണ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് അടുത്ത. ഇനി അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക.
how much positive and negative charge is there in a cup of water. Assume that the cup can contain 250 gram of water. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കുക. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു കപ്പിനകത്ത് വെള്ളമുണ്ട്. എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണുള്ളത്? 250 ഗ്രാം വാട്ടറാണ് അതിനകത്ത് ഉള്ളത്. അങ്ങനെയെങ്കിൽ ആ കപ്പിനകത്ത് വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടർ മോളിക്യൂൾ H2O എന്ന് പറയുന്ന മോളിക്യൂൾസാണ് ഉള്ളത്. ഈ കപ്പിനകത്ത് എന്തുമാത്രം പോസിറ്റീവ് ചാർജ് ഉണ്ട്, എന്തുമാത്രം നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ ഇതിൻ്റെ ഒരു ആൻസറിലേക്ക് നമുക്ക് പോകാം. ഹൗ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്, കാര്യം കറക്റ്റാണ്, വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കപ്പിനകത്തിരിക്കുന്ന വെള്ളം ന്യൂട്രലാണ്, ചാർജ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എന്തുമാത്രം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജും ആ വെള്ളത്തിനകത്ത് ഉണ്ടാവും, വെള്ളത്തിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ടോട്ടൽ ചാർജ് 0 ആയിട്ട് എപ്പോഴും നിൽക്കുന്നത്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ചില സ്റ്റെപ്സ് ഉണ്ട്, വളരെ ശ്രദ്ധിച്ച് നോക്കുക ഈ സ്റ്റെപ്സ്. ആദ്യം മാസ് ഓഫ് വാട്ടർ ഇൻ ദ കപ്പ് ഈക്വൽ ടു 250 ഗ്രാം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. അടുത്ത സ്റ്റെപ്പ് നോക്കുക, മോളിക്യുലർ മാസ് ഓഫ് വാട്ടർ. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? H2O എന്നുള്ളതാണ് വാട്ടറിൻ്റെ ഫോർമുല. 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് ഉള്ളത്. അപ്പോൾ മോളിക്യുലർ മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മാസ് ഓഫ് 2 ഹൈഡ്രജൻ പ്ലസ് മാസ് ഓഫ് 1 ഓക്സിജൻ ഈക്വൽസ് 2 ഹൈഡ്രജൻ്റെ മാസ് 2 പ്ലസ് ഓക്സിജൻ്റേത് 16 ഈക്വൽ ടു 18 ഗ്രാം എന്ന് ആൻസർ കിട്ടും. മോളിക്യുലർ മാസ് ഓഫ് വാട്ടർ ഈക്വൽസ് 18 ഗ്രാം. ഇനി മോളിക്യുലർ മാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത ലൈനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, നോക്കിക്കൊള്ളുക. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 18 ഗ്രാം ഓഫ് വാട്ടർ ഈക്വൽസ് 6.02 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. അതറിയുക. അതായത് 18 ഗ്രാം വാട്ടറിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ട്? 6.02 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. Therefore, number of molecules in 1 gram of water equals. അപ്പോൾ 18 ഗ്രാം വാട്ടറിനകത്ത് 6.02 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം വാട്ടറിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 6.02 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 18. അത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 1 ഗ്രാം വാട്ടറിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത് സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കിയേ. ഈച്ച് മോളിക്യൂൾ ഓഫ് വാട്ടർ കണ്ടെയ്ൻസ് 2 ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് 1 ഓക്സിജൻ ആറ്റം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അടുത്തതിലേക്ക് പോകാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 മോളിക്യൂൾ ഓഫ് വാട്ടർ. അതായത് ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് H2O ആണ്. അത് ഉപയോഗിച്ചിട്ട് ഒരു മോളിക്യൂളിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അത് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് നോക്കുക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 മോളിക്യൂൾ ഓഫ് വാട്ടർ ഈക്വൽസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 2 ഹൈഡ്രജൻ ആറ്റം പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 ഓക്സിജൻ ആറ്റം. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 + 8 എന്ന് കിട്ടും, ഈക്വൽ ടു 10 ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു മോളിക്യൂൾ, വാട്ടർ മോളിക്യൂളിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി നമുക്ക് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. Therefore, number of electrons in 1 gram of water. 1 gram of വാട്ടറിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാണ്. തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ 1 gram ഓഫ് വാട്ടറിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ കിടക്കുന്ന 6.02 ഇൻറ്റു 10⁻23 ബൈ 18. അങ്ങനെയെങ്കിൽ ഇനി 1 ഗ്രാം വാട്ടറിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയാനായിട്ട് ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ഡിവൈഡ് ബൈ 18. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്
നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 gram ഓഫ് വാട്ടർ ആണ്. അത് കണ്ടുപിടിക്കുക. അത് കിടക്കുക. എല്ലാം ഫ്രാക്ഷനായിട്ട് തന്നെ ഇട്ടിരുന്നാൽ മതി. അടുത്തത് ദെയർഫോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 250 gram ഓഫ് വാട്ടർ. അപ്പോൾ 1 gram ഓഫ് വാട്ടറിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 250 gram ഓഫ് വാട്ടറിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 250 കൊണ്ട് തൊട്ട് മുകളിലത്തെ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 250 × 10 × 6.02 × 10⁻23 ഡിവൈഡഡ് ബൈ 18. അത് ചെയ്യാം. Therefore, total negative charge in 250 gram of water equals. ഇനി അതിനകത്ത് നമുക്ക് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻19 ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് കാരണമുള്ള നെഗറ്റീവ് ചാർജ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനെ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1.6 × 10⁻⁻19 × 250 × 10 × 6.02 × 10⁻23 ഡിവൈഡഡ് ബൈ 80. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽസ് 1.34 × 10⁻7 കൂളോം. ഇത് ആ കപ്പിനകത്തുള്ള വെള്ളത്തിൽ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നുള്ള ടോട്ടൽ നെഗറ്റീവ് ചാർജിൻ്റെ വാല്യൂ ആണ് നമ്മൾക്കവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ആദ്യമേ നമ്മൾ പറഞ്ഞു ആ കപ്പിനകത്ത് ഉള്ള വെള്ളത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും സെയിം ആണ്, ഈക്വൽ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര നെഗറ്റീവ് ചാർജ് കിട്ടിയോ അത് തന്നെയായിരിക്കും ആ കപ്പിനകത്തുള്ള പോസിറ്റീവ് ചാർജിൻ്റെ വാല്യൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കുക. സിൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് in 250 gram of water, the total positive charge in 250 gram of water is same as 1.34 × 10⁻7 കൂളോം. ഇവിടെ നമ്മൾക്ക് ഈ പ്രോബ്ലം വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ള കുറേ സ്റ്റെപ്സ് എഴുതിയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ ഒന്ന് ബ്രീഫായിട്ട് അടുത്ത പേജിൽ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അത് ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ട്. അത്രയും സ്റ്റെപ്സ് ഡീറ്റെയിൽ ചെയ്യാതെയാണ് ഇവിടെ അത് കൊടുത്തിട്ടുള്ളത്. നോക്കുക. മാസ് ഓഫ് വാട്ടർ ഇൻ ദ കപ്പ് 250 gram. അടുത്തത് മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ 18 gram. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 gram ഓഫ് വാട്ടർ 6.02 × 10⁻23 ബൈ 18. ഇത് ഡീറ്റെയിൽഡായിട്ട് തൊട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 മോളിക്യൂൾ ഓഫ് വാട്ടർ 10 ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 250 gram of water 250 × 10 × 6.02 × 10⁻23 by 18. Total negative charge in 250 gram of water 1.6 × 10⁻⁻19 into തൊട്ട് മുകളിലത്തെ ക്വാണ്ടിറ്റി. ആൻസർ കിട്ടുന്നത് 1.34 × 10⁻7 കൂളോം. സിൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ 250 gram of water, the total positive charge in 250 gram of water is same as 1.34 × 10⁻7 കൂളോം. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ ഒരു പേപ്പറിൽ ക്ലിയറായിട്ട് സ്റ്റെപ്സ് എല്ലാം എഴുതി വെച്ച് ഒരു 3 പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിൻ്റെ സ്റ്റെപ്സിൻ്റെ ആ ലോജിക്ക് നിങ്ങൾക്ക് ക്ലിക്കായാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രോബ്ലംസ് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. പ്രോബ്ലം പാർട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ വായിച്ച് നോക്കുക, മനസ്സിലാക്കുക.